എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകളോടെ ഇന്നത്തെ എന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് തിരുവോണം സ്പെഷ്യൽ വീഡിയോയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. ഓണത്തിന്റെ ഒരു പ്രധാന വിഭവം എന്ന് പറയുന്നത് സദ്യയാണ്. ഓണത്തിന്റെ ഒരു പ്രധാന പാട്ട് തന്നെയാണ് മലയാളികളുടെ സദ്യ എന്ന് പറയുന്നത്. ഒരുപാട് കറികളും പായസങ്ങളും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരുപാട് കറികളും 2 പായസവും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷെ ഈ വർഷം നമുക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഓണത്തിനുള്ള സദ്യ പുറത്ത് ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സദ്യ വാങ്ങുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് പോയി സദ്യ വാങ്ങിയിട്ട് വരാം. ഓക്കെ. ട്രിവാൻഡ്രത്തുള്ള കവടിയാറിലുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ് നമ്മൾ ഓണത്തിനുള്ള സദ്യ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ അവർ ഓർഡർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. ഒരു വലിയൊരു ക്യൂ ആയിരുന്നു, വളരെ ലോങ് ക്യൂ ആയിരുന്നു. ഒരുപാട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 10-50-100ഓളം പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് റിസീവ് ചെയ്തു. ഞാനിപ്പോൾ കാറിൽ കയറ്റുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മുടെ സദ്യ കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ വാങ്ങി ഇനി പോവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്ത് സദ്യയൊക്കെ കഴിക്കുന്നത്. പക്ഷെ മലയാളികളുടെ ഒരു മാറ്റം, ഒരു ടെക്നോളജി ഒക്കെ വന്നപ്പോൾ മലയാളികൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അത്തരം പല മാറ്റങ്ങളിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു തനതായ ഒരു ഉത്സവമാണ് ഓണം. ഈ ഒരു സമയത്ത് ആർക്കും ഫുഡൊന്നും വെക്കാൻ വയ്യ എന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. എന്തായാലും ഇനി നല്ലൊരു ഓണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ COVID-19 അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ വന്നിട്ട് വർഷങ്ങളായിട്ട് നമുക്കിപ്പോൾ മഴ ഓണം നന്നായിട്ട് വരുന്നില്ല. കഴിഞ്ഞ 2 വർഷം നമ്മുടെ പ്രളയം കൊണ്ടുപോയി ഓണം. ഈ ഒരു വർഷം COVID-19 അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വർഷം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ലോകത്ത് എല്ലാവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഓണമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓണമൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാൻ പറ്റും, റോഡൊക്കെ ഭയങ്കര എംറ്റി ആയിട്ട് കിടക്കുകയാണ്. ഒരുപാട് അങ്ങനെ സാധാരണഗതിയിൽ ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മലയാളികൾ പ്രത്യേകിച്ച് ഒരു യാത്ര പോകാനും സദ്യയൊക്കെ കഴിയുമ്പോൾ യാത്ര പോകാനും ഫാമിലിയായിട്ടൊന്ന് പുറത്ത് പോയി അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവുക, അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ COVID-19 ഒക്കെ ആയതുകൊണ്ടാകാം അങ്ങനെ പുറത്തങ്ങനെ അധികം ആരെയും കാണുന്നില്ല. എന്നാലും വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതും ഇതുപോലെ നമ്മളെപ്പോലെ സദ്യ വാങ്ങാൻ പോകുന്നവരൊക്കെ ആയിരിക്കാം. അല്ലാതെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഔട്ടിങ്ങോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഒരു COVID-19 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സ്പ്രെഡാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു വലിയ രീതിയിലുള്ള ഫംഗ്ഷൻ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഓണം ഫെസ്റ്റിവൽ ഒരു ആഘോഷം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർഷമെങ്കിലും നല്ല രീതിയിലുള്ള ഓണം ഉണ്ടാകാൻ. സിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. സ്റ്റാച്യു കഴിഞ്ഞിട്ടുള്ള പുളിമൂടാണ്. ഇപ്പോൾ പുളിമൂട് ജംഗ്ഷൻ ഒക്കെയാണ്. വളരെ വിജനമായി കിടക്കുകയാണ്. ഷോപ്പെല്ലാം ക്ലോസ്ഡ് ആണ് തിരുവോണമായിട്ട്. പിന്നെ റോഡിലാണെങ്കിലും ആളുകളൊക്കെ വളരെ കുറവാണ്. വളരെ കുറച്ച് ആളുകൾ, അതും ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ. സാധാരണ കാണുന്ന തിരക്കുകളോ ഒന്നുമില്ലാതെ വളരെ വിജനമായിട്ടുള്ള റോഡാണ് നമുക്ക് ഇന്ന് ഈ തിരുവോണ സമയത്ത് കാണാൻ കഴിയുന്നത്. COVID-19 ഒക്കെ ഒരുപാട് നമ്മളെ ഓണത്തെയും എല്ലാത്തിനെയും തന്നെ ജനജീവിതത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ളൊരു കവറിലാണ് നമുക്ക് സദ്യ, ഒരു കവറിലാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ വെൽ പാക്ഡ് ആണ് ആക്ച്വലി. ഓരോ കറികളും ഇതുപോലുള്ള കണ്ടെയ്നേഴ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാണെങ്കിൽ ചിപ്സും ഉപ്പേരിയൊക്കെയാണ് ഇതിലിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ഐറ്റംസും ഇതിലുള്ള സ്മോൾ കണ്ടെയ്നേഴ്സിലാക്കിയാണ് അവർ നന്നായിട്ട് പാക്ക് ചെയ്താൽ തന്നിരിക്കുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം തന്നെ അച്ചാറാണ് നമ്മൾ കണ്ടത്. വളരെ ക്വാണ്ടിറ്റി വൈസ് വളരെ കുറച്ചാണ്. പക്ഷേ ഒരു സദ്യക്ക് വെക്കുമ്പോൾ അത് തന്നെ മതിയാകും. പിന്നെ പപ്പടം, ബോളി, ഇതൊക്കെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്
കവേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി അച്ചാർ മുതൽ ബാക്കി പരിപ്പ് പപ്പടം അങ്ങനെയുള്ള കറികളെല്ലാം അതിൻ്റെ ഒരു ചെറിയ ചെറിയ സ്മോൾ കണ്ടെയ്നേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റി വൈസ് വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും ക്വാളിറ്റി വൈസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അതായത് വെണ്ണയാണ്, നെയ്യ് വരെ തന്നിട്ടുണ്ട്, നെയ്യ് മുതൽ ഉപ്പ് വരെ, ഉപ്പും ഇതുപോലുള്ള ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ തന്നിട്ടുണ്ട്. ഇത് ബോളി അങ്ങനെ. പിന്നെ 2 തരം പായസം, ഇതാ ഇപ്പോൾ പഴം കണ്ടു. പിന്നെ 2 തരത്തിലുള്ള പായസം, ഇത് പാൽപ്പായസം, പിന്നെ മോര് തന്നിട്ടുണ്ട്. പിന്നെ ഇത് കിച്ചടി പച്ചടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അങ്ങനെ എല്ലാം ഇതുപോലുള്ള ഇത് അവിയൽ സ്മോൾ കണ്ടെയ്നേഴ്സിലും എൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്ത് തന്നിട്ടുണ്ട്. ഇതാണ് ചോറിൻ്റെ കണ്ടെയ്നർ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇത് ഒരാൾക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല, 2 പേർക്ക് കഴിക്കാൻ പറ്റും ഏകദേശം. പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചില കറികളൊക്കെ ലീക്ക് ചെയ്തിട്ടുണ്ട്, പുറത്തായിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഇനി ഓവറോൾ നമ്മുടെ സദ്യയുടെ കറികൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു പാക്കിങ്. ഇനി നമുക്ക് സദ്യ അതെങ്ങനെയാണ് ഇലയിലേക്ക് വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കത് കഴിച്ചു തുടങ്ങാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ കിട്ടിയ സദ്യയൊക്കെ നമ്മളിതാ ഇലയിലേക്ക് വിളമ്പിക്കഴിഞ്ഞു. അപ്പോൾ ഇലയിൽ കഴിക്കുമ്പോഴാണ്, നിലത്തിരുന്ന് കഴിക്കുമ്പോഴാണ് സദ്യ അതിൻ്റെ ആ ഒരു മാധുര്യം കൂടുന്നത്. അതുകൊണ്ട് തന്നെ പായയൊക്കെ വിരിച്ച് തറയിലിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിലെ ആദ്യം പുരുഷ കേസരികൾ കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പായ വിരിച്ച് തറയിൽ സാധാരണ സദ്യ കഴിക്കും പോലെ തന്നെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ കുട്ടിപ്പട്ടാളമാണ്, ഇനി അടുത്ത കുട്ടികളുടെ ഊഴമാണ്. അപ്പോൾ അവരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയപ്പോൾ 2 പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു, അടപ്രഥമനും സേമിയ പായസവും. പക്ഷേ നമ്മൾ കടലപ്പായസം കൂടെ ആയാലേ ഓണത്തിൻ്റെ സദ്യക്ക് അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ കടലപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കടലപ്പായസം, വീട്ടിലുണ്ടാക്കിയ കടലപ്പായസമാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കിയ കടലപ്പായസമാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യുവാണ്. അടിപൊളിയാണ്. ഇത് ഉമ്മച്ചി ഉണ്ടാക്കിയ പായസമാണ്. അപ്പൊ ഈ ഒരു പായസം കൂടെ ആയിട്ട് ഇന്നത്തെ ഓണത്തിന് മധുരം ഏറെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പായസം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഓണത്തിന് ഇച്ചിരി കൂടെ മധുരം കൂട്ടാനായിട്ട് ഇതാ ഐസ്ക്രീം. അപ്പൊ ഓണ സദ്യ കഴിഞ്ഞു, പായസം കഴിഞ്ഞു, ഇത് ഐസ്ക്രീമും കഴിഞ്ഞു. കുറച്ചുകൂടി മധുരം കൂട്ടാനായി നമുക്ക് ഒരു ഓണപ്പാട്ട് കേട്ടാലോ, അതും കുട്ടിപ്പട്ടാളത്തിന്റെ. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ ഓണപ്പാട്ടും കേട്ട് തിരിച്ചു വരാം. ഓക്കെ, കുമാരനാശാന്റെ കുട്ടി തള്ളയും എന്ന് പറയുന്ന ഒരു പാട്ടാണ്.
ഈ വള്ളിയിൽ നിന്ന് ചെന്നേ പൂക്കൾ പൂന്നിടാ പറന്നമ്മേ. ഈ വള്ളിയിൽ നിന്ന് ചെന്നേ പൂക്കൾ പൂന്നിടാ പറന്നമ്മേ. തെറ്റി നിനക്കൊന്നിതല്ല നൽകുമാറ്റകളല്ലേ ഇതെല്ലാം. ഈ വഴിയിൽ നിന്ന് ചെന്നേ ഹാപ്പി ഓണം. അപ്പൊ ഇന്നത്തെ എന്റെ ഓണം വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഒരു ചെറിയ ഓണമാണ് നമ്മുടേത്. അപ്പോ എന്റെ ഓണം വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും